ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ പോലാണ്. അതുപോലെ തന്നെ ഞാൻ രണ്ട് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഇവിടെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻഷോട്ടും അതുപോലെ ക്യാൻവയും വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇനി ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഗ്യാലറിയിലുള്ള ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. അതിനകത്ത് നിന്ന് ഏത് ഫോട്ടോയാണോ എടുക്കുന്നത് അതെടുക്കാം. ഞാനിവിടെ ഈ ഫോട്ടോയാണ് എടുത്തിരിക്കുന്നത്. ഇനി ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് 16:9 എന്നുള്ള ഒരു റേഷ്യോയിൽ അതെടുക്കുക. എന്നിട്ട് കട്ടൗട്ടിൽ ക്ലിക്ക് ചെയ്യണം. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് മാറി ഇങ്ങനെ വരും. ഇനി ആ ഒരു ഏറ്റവും അറ്റത്തായിട്ട് ഒരെണ്ണം ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിലൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ അത് നമുക്കിതിനകത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഏറ്റവും ലാസ്റ്റത്തെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റ് കളറും കൊടുത്തു. എന്നിട്ട് ടിക്ക് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പോർട്ട്, ഈ മുകളിലായിട്ട് എക്സ്പോർട്ട് എന്ന് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് സേവ് ആയിട്ട് കിട്ടും. ഇനി ബാക്ക് അടിക്കാം. ഇനി ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇതാ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഇതാ സെർച്ച് ചെയ്യാനുള്ളൊരിതുണ്ട്. അവിടെ യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കുറേ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ലോഡിംഗ് ആണ്. അപ്പോൾ ഞാനിതൊന്നും ഇങ്ങനെ എടുക്കുന്നില്ല. ഇവിടെ ഒരു ഇങ്ങനെ ക്രിയേറ്റ് എ ബ്ലാങ്ക് യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടല്ലോ, ഒരു പ്ലസ് സൈനോട് കൂടി. അതിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്കൊരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഒരെണ്ണം വരും. അപ്പോൾ ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് വരും വൈറ്റ് കളറിൽ. അപ്പോൾ ഇനി ഇതിന് താഴെ ഗ്യാലറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോട്ടോസിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇൻഷോട്ടിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോയിലേക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആഡ് ടു പേജ്. അപ്പോൾ ആ ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ആയിട്ട് ഇങ്ങനെ വരും. ഇനി നമുക്കിതിന് ആവശ്യത്തിന് വലുപ്പമൊക്കെ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്കൊക്കെ ആക്കി വയ്ക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. തംബ്നെയിൽ കൂടുതൽ ഭംഗി ഉണ്ടാവുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് എത്രത്തോളം നല്ല ഭംഗിയാക്കാൻ പറ്റുമോ ആ രീതിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് കൊടുത്തിട്ട് ആഡ് എ സബ് ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് ഉള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ഹെഡിങ് ആണോ കൊടുക്കുന്നത്, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യുകയാണ് കേട്ടോ, തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ യൂട്യൂബ് എന്ന് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റിലെ. അപ്പോൾ ഞാനിതൊരു 2 ഇതാക്കി വെക്കാനുള്ളൊരു പ്ലാനാണ്. യൂട്യൂബ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി ഫോണ്ട് ഇഷ്ടമുള്ള ഫോണ്ട് ആക്കാം നമുക്ക്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം, ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ഫോണ്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുക. ഇതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ഓരോന്നും എടുത്തെടുത്ത് നോക്കുന്നുണ്ട്. കൂടുതൽ ഭംഗി ഏത് ഫോണ്ട് എടുക്കുമ്പോഴാണെന്നുള്ളത് നമ്മളിങ്ങനെ നോക്കുക. ഇപ്പം ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതല്ല, ആർച്ചിവോ ബ്ലാക്ക് എന്ന് പറയുന്നൊരു ഇത് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഫോണ്ട് സൈസ് മാറ്റി നോക്കുക. ഓക്കെ, ഇനി വീണ്ടും ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് എ സബ് ഹെഡിങ്. അതിൽ യൂട്യൂബ് തംബ്നെയിൽ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക.
എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോണ്ട് നേരത്തെ കൊടുത്ത ഫോണ്ട് തന്നെയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് അല്പം ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ആ സൈസ് കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ബാക്ക്ഗ്രൗണ്ടിന് കളർ കൊടുക്കാം. നമുക്ക് ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാവുമ്പോൾ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നോക്കാം. കണ്ടോ, ഇങ്ങനെ ചെയ്യാം. ഓക്കെ. ഇനി ഫോണ്ടിൻ്റെ കളർ മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വൈറ്റാണ് എടുക്കുന്നത്. അതിനും വൈറ്റ് കളർ കൊടുക്കാം. ഓക്കെ. ഇത് മാറ്റി കൊടുക്കാം. ഇത് അല്പം നീളത്തിനായി പോയതുപോലെ. ഇപ്പം ഞാനിവിടെ യൂട്യൂബ് തംബ്നെയിൽ ട്യൂട്ടോറിയൽ എന്നുള്ളത് 3 ഇതാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ തംബ്നെയിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഫോണ്ട് സൈസൊക്കെ ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ട്യൂട്ടോറിയൽ കൂടി ടൈപ്പ് ചെയ്യാം. ഇതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് എങ്ങനെ കൊടുക്കണമെന്നൊക്കെ ഉള്ളത്. തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ഭംഗിയിലും ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ എടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇനി കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഒക്കെ വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ സെർച്ച് ചെയ്യുന്നിടത്ത് യൂട്യൂബ് ലോഗോ എന്നോ യൂട്യൂബ് സ്റ്റിക്കേഴ്സ് എന്നോ അങ്ങനെ എന്തോന്ന് വെച്ചാൽ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂടുതലും പ്രോ എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രീമിയം വേർഷൻ എടുത്താലേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതല്ലാണ്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരെണ്ണം സെലക്ട് ചെയ്യാണ്. അതെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ യൂട്യൂബ് എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്തില്ലേ, അതിൻ്റെ അടുത്തായിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് വീണ്ടും എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. 1-2 എസ്തെറ്റിക് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് കൂടി ആഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ എസ്തെറ്റിക് സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ വന്നിട്ടുണ്ട്. സി ഓളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാം ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുക. ഞാനിത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് സൈസ് ചെറുതാക്കിയിട്ടുണ്ട്. എന്നിട്ടൊന്ന് തിരിക്കുക. എന്നിട്ട് ഈ കോർണറിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു 4 കോർണറിലേക്ക് നമുക്ക് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അപ്പോൾ ഇതൊന്ന് ലോങ് പ്രസ് ചെയ്താൽ താഴത്ത് വരും. അതല്ലാന്നുണ്ടെങ്കിൽ ആ മുകളിൽ വരുന്നതിൻ്റെ സൈഡിലായിട്ട് 3 ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കുറേ ഓപ്ഷൻസ് വരും. അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെടുത്താൽ മതി. എന്നിട്ട് ഈ 4 കോർണറിലേക്കും
വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 1-2 സ്റ്റാർസ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ ലൈറ്റായിട്ടുള്ള, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഈ രീതിയിൽ തന്നെ. എന്നിട്ട് മുകളിൽ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. പ്രിപ്പയറിങ് യുവർ ഡിസൈൻ. അപ്പോൾ ഇതിപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്ക് അടിക്കാം. എന്നിട്ട് ഗാലറിയിൽ പോയി നോക്കാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു തംബ്നെയിൽ വന്നിട്ടുണ്ടോയെന്ന്. ഇതാ വന്നിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ എങ്ങനെയാണോ വീഡിയോയിൽ തംബ്നെയിൽ അപ്ലോഡ് ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.